നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരെങ്കിലും ചതിച്ചേ പറ്റുള്ളൂ കാർത്തികേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചതിയില്ല. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ മോളെ, മനമുരുകിയുള്ള പ്രാർത്ഥനയാണല്ലോ. എല്ലാം കൈവിട്ടവർക്ക് അവസാന അഭയം ദൈവമാണല്ലോ തിരുമേനി. കൈവിട്ടെന്നും നഷ്ടപ്പെട്ടു എന്നൊക്കെ ആര് പറഞ്ഞു? എല്ലാം മടക്കിത്തരാൻ ശക്തിയുള്ള ആളല്ലേ മഹാദേവൻ. പോരെങ്കിൽ ദമ്പതി പൂജാ ദിവസം മഹാദേവന്റെ അടുത്തെത്തുന്ന പ്രാർത്ഥനകൾ അവിടുന്ന് തള്ളില്ല. പാർവതി പരമേശ്വര സംയോഗം പോലെ പിരിഞ്ഞവർ പോലും കൂടിച്ചേരും. അതുകൊണ്ട് ഭർതൃക്ഷേമം ആഗ്രഹിക്കുന്ന ഭാര്യമാരാരും ഈ ദിവസം മഹാദേവനെ മറക്കാറുമില്ല. തിരുമേനി, വിഷ്ണു എന്നൊരു പേര് വന്നിരുന്നു ദമ്പതി പൂജയ്ക്ക്. വിഷ്ണു? ഇല്ല, കുട്ടിയല്ലാതെ വേറെ ആരും അങ്ങനൊരു പേര് തന്നിട്ടില്ല. അപ്പോ കാർത്തിക ക്ഷേത്രത്തിൽ വന്നത് ദമ്പതി പൂജയ്ക്കല്ല. ഈശ്വര, എന്റെ സംശയം ശരിയാണെന്ന് വരൂ. വിഷ്ണുവിനെ അല്ല, ഞാനിപ്പോ ഒരു ഹർഷനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹർഷനെയോ? ഈശ്വര, ശാലിനിക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? അതെ, ഹർഷൻ, മകം നക്ഷത്രം. ആ പേരിൽ പുഷ്പാഞ്ജലിക്കും ദമ്പതി പൂജയ്ക്കും പറഞ്ഞിരുന്നു ഒരു കുട്ടി. പൂജാപ്രസാദം വാങ്ങാൻ ആളെ കണ്ടില്ല. എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും തിരുമേനി. പെട്ടെന്ന് പോവേണ്ട വല്ല ആവശ്യം വന്നു കാണും. എന്നാലും ദമ്പതി പൂജയുടെ പ്രസാദം വാങ്ങാതിരിക്കുക എന്ന് വെച്ചാൽ അശുഭമാണേ. അന്യദേശവാസം, വിരഹം, കണ്ണീരും ഒക്കെയാ ഫലം. അത് കഷ്ടമായല്ലോ. ഈ ക്ഷേത്രത്തില് ചിട്ടവട്ടങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളായിരിക്കും ആ കുട്ടി. അതെ, അന്യദേശക്കാരിയാണെന്നാ പറഞ്ഞത്. സ്നേഹിക്കുന്ന മനസ്സുകൾ അകലുമ്പോഴുള്ള വിഷമം ആർക്കും കൊടുക്കാതിരിക്കട്ടെ ഭഗവാൻ. തിരുമേനി, പ്രസാദം ആ കുട്ടി തന്നെ വാങ്ങണമെന്നില്ലല്ലോ. ആരെങ്കിലും വാങ്ങിച്ചാ പോരെ? ആരായാലും വേണ്ടില്ല, ക്ഷേത്രത്തിൽ വെക്കുന്നത് നിഷിദ്ധം. ഇങ്ങി തന്നേക്ക് തിരുമേനി, ഞാൻ വാങ്ങിക്കൊള്ളാം. സ്നേഹിക്കുന്ന ആ ഹൃദയങ്ങളെ തമ്മില് അകലണ്ട. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭഗവാനെ, ഹർഷനെയും അയാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും തമ്മിൽ അകറ്റല്ലേ നീ. അവർക്ക് വിരഹവും സങ്കടവും കണ്ണീരുമല്ല, എക്കാലവും ആയുരാരോഗ്യ സൗഖ്യത്തിലും സമ്പൽ സമൃദ്ധിയിലും ഒന്നിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ. ഇത്രയും നല്ല മനസ്സുള്ള നിന്നെ ഞാൻ സങ്കടപ്പെടുത്തില്ല ശാലിനി. എത്രയും പെട്ടെന്ന് നിന്റെ വിഷ്ണുവേട്ടനെ ഞാൻ നിനക്ക് മടക്കി തരും. ഇത് സത്യം. നീ വിഷ്ണുവേട്ടന് വേണ്ടി ഒരു ശ്രമം നടത്തിയ ഞാൻ അതിനെ എതിർക്കില്ല മധുശ്രീ. നിനക്ക് അനുകൂലമായി തന്നെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യാം. എനിക്ക് എന്റെ ഹർഷനോടൊപ്പമുള്ള ജീവിതം മാത്രം മതി. എടി മോളെ കാർത്തികേ, നീ ഈ ലോകം എത്ര കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഈ കാലത്തിനകം? നീ പറയുന്ന മറുപടി എന്തായാലും അതിന്റെ 1000 മടങ്ങായിരിക്കും മധുശ്രീ സഞ്ചരിച്ച ദൂരവും കണ്ട ലോകവും. അത്ര തന്നെ പുരുഷന്മാരെയും കണ്ടിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. ഇവിടെ ഇന്ത്യയിലുള്ള പത്താൻമാരും സർദാർജിമാരും മാത്രമല്ല, അങ്ങ് വിദേശത്തുള്ള ബ്ലൂ ഐസ് ഉള്ള കൗബോയ്സും ഞാനെമ്പിൽ കുതിരയുടെ രക്തം ഓടുന്ന നീഗ്രോസും വരെ. എന്നിട്ടും ഇവനെ കണ്ടങ്ങ് നെഞ്ചും തല്ലി വീഴാൻ അത്രയ്ക്ക് ഫൂളാണോടി ഞാൻ? അല്ല, ആരായി വിഷ്ണു? കാമദേവനോ? പിറ്റിഎസ് കൺട്രി ഫെലോ. എടി, വിഷ്ണുവിനോട് എനിക്കൊരു ക്രഷ് തോന്നിയെന്നുള്ളത് സത്യവാ. കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മള് പെട്ടെന്നൊരു ദിവസം വടിയും കുത്തി വീണു പോകുമ്പോ
പിടിച്ചു കെട്ടാൻ പറ്റിയൊരു ലായം. അവന്റെ തോളിന് അതിനുള്ള ബലമുണ്ട്. അത്രേ ഉള്ളടി അവൻ. അപ്പോ വിഷ്ണുവേട്ടൻ വിരലിൽ അണിയിക്കാനിരുന്ന മോതിരം എന്നെങ്കിലും വിഷ്ണുവേട്ടനെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കുമെന്ന് പരസ്യമായി ശപഥം ചെയ്തതൊക്കെ അവനോടല്ല, എനിക്ക് ശാലിനിയോടായിരുന്നു പക. അവളുടെ ജീവിതം എനിക്ക് തകർക്കണമായിരുന്നു. ഞാൻ ഇങ്ങനെയായി തീരാനുള്ള കാരണം അവൾ ഒറ്റൊരാളാ. പക്ഷേ അവൾ ഇപ്പൊ ഇരിക്കുന്ന പദവി അതെന്റെ കൈയെത്തുന്നതിലും മേലെയാ. അങ്ങനെ വരുമ്പോ ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? നമുക്കെത്താൻ പറ്റാത്ത ഗോപുരത്തിന്റെ അടിക്കല്ലിളക്കും. ഗോപുരം താനെ മൂക്കുകുത്തി നമ്മുടെ കാൽച്ചുവട്ടിലേക്ക് വീഴും. ആ അടിക്കല്ലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു. പക്ഷേ അതിനിടയിലേക്കാ നീ കയറി വന്നത്. ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. കുഴപ്പമില്ല, നീ ഉണ്ടാക്കിയ പ്രശ്നം നീയായിട്ട് തന്നെ പരിഹരിച്ചാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ശാലിനി, അവൾക്കൊരിക്കലും വിഷ്ണുവിനെ കിട്ടരുത്. എന്നേക്കുമായി രണ്ടുപേരും അകലണം. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്യാനാ? നിനക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ തന്നെ അത് ചെയ്യുകയും ചെയ്യും. ശാലിനി അടക്കം എല്ലാവരുടെയും കണ്ണിൽ നീ വിഷ്ണുവിന്റെ ഭാര്യ. എല്ലാ അർത്ഥത്തിലും എല്ലാം പരസ്പരം പങ്കുവെക്കേണ്ട ഭാര്യ. അതങ്ങനെ തന്നെ തുടർന്നാ മതി. അതിനിടയില് വിഷ്ണുവും ശാലിനിയും തമ്മിൽ ഒരിക്കലും അടുക്കാൻ സാധിക്കാത്തത്ര ചില സാഹചര്യങ്ങൾ നീ സൃഷ്ടിക്കണം. എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിന്റെ ഭാര്യ തന്നെയാണ് നീ എന്ന് നീ സ്ഥാപിക്കണം. മനസ്സും ശരീരവും ആത്മാവും കൊണ്ടെല്ലാം നീ വിഷ്ണുവിന്റേതായി കഴിഞ്ഞെന്ന് ശാലിനിക്ക് ബോധ്യപ്പെടണം. അതോടെ അവള് തകരും. ജീവനും ജീവിതവും എല്ലാം വെറുത്ത് ഏതെങ്കിലും കുളത്തിലോ കായലിലോ റെയിൽവേ ട്രാക്കിലോ തീരണം. ശാലിനി വിഷ്ണു IASന്റെ പടയോട്ടം. ഇത്രയും വലിയൊരു ചതി ഞാൻ ശാലിനിയോട് ചെയ്യണോ മധുശ്രീ? ചതിക്കാതിരിക്കാൻ അവൾ ആരാടി? നിന്റെ കുഞ്ഞമ്മയുടെ മോളോ? വിഷ്ണു വർണ്ണിച്ച് പൊലിപ്പിച്ച ശാലിനി എന്ന വിഗ്രഹത്തെ പറ്റി മാത്രമല്ലേ നിനക്കറിയൂ? ഈ IAS പട്ടമൊക്കെ കിട്ടുന്നതിന് മുൻപ് ഞാൻ അറിയുന്ന ശാലിനി എന്റെ ജീവിതം തകർത്തവളാ. എന്റെ കഥയിലെ വില്ലത്തി. ഇനി നിനക്ക് ശാലിനിയെ ചതിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ആരും ആരെയും ചതിക്കണ്ട. ഈ ലോകം സമത്വവും സുന്ദരവും സത്യമുള്ളതാവട്ടെ. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ചതി ഞാൻ സത്യാമ്മ അറിയിക്കാം. മധുശ്രീ, ഒരൊറ്റ ഫോൺ കോളിന്റെ കാര്യമേ ഉള്ളൂ. സത്യാമ്മ തന്നെ നിന്റെ വീട്ടുകാരെയും ജയശങ്കറിനെയും ഒക്കെ വിളിച്ചോളും. സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ നിന്റെ അവന്റെ കല്യാണം നടത്തിക്കൊള്ളും. മധുശ്രീ, വേണ്ട, പ്ലീസ് ചതിക്കരുത്. നീ ഇപ്പൊ ഉപയോഗിച്ച വാക്കേതാ? ചതി അല്ലേ? ആരെങ്കിലും ചതിച്ചേ പറ്റുള്ളൂ കാർത്തികേ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയൊരു ചതിയില്ല. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.